ഇന്ന് മെയ് 13 ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വളരെ വലിയ വോളറ്റാലിറ്റി റിക്കവറിയാണ് കണ്ടത്. മോർണിംഗ് സെഷനിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും പിന്നീട് ബൈയിങ് സപ്പോർട്ട് മാർക്കറ്റിനെ തിരികെ പുള്ള് ചെയ്ത് കൊണ്ടുവന്നു. ക്ലോസിംഗ് സമയത്ത് നിഫ്റ്റി 50 23,412-ലും PSE സെൻസെക്സ് 74,608-ലും നിഫ്റ്റി ബാങ്ക് 53,456-ലുമാണ് ക്ലോസ് ചെയ്തത്. മെറ്റൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്സ് എന്നിവ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഓവറോൾ സെന്റിമെന്റ് വളരെ കോൺഷ്യസ് ആയിരുന്നു. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് സർജും അതുപോലെ തന്നെ ഗ്ലോബൽ അൺസർട്ടനിറ്റി, പിന്നെ FIAയുടെ സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും മാർക്കറ്റിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ഇന്നത്തെ ബിഗസ്റ്റ് ട്രിഗർ ഗവൺമെന്റ് ആക്ഷൻ ആയിരുന്നു. ഗോൾഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി 15% ആക്കി കൂട്ടിയതോടെ ഗോൾഡ് ലോൺ കമ്പനീസിൽ മാസീവ് റാലി കാണാൻ സാധിച്ചു. ടോപ്പ് മാർക്കറ്റ് മൂവിംഗ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് ഗോൾഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഹൈക്ക് ചെയ്തു. ഗവൺമെന്റ് ഗോൾഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി 15% ഉയർത്തിയതോടെ ഗോൾഡ് ഫോക്കസ്ഡ് NBFC സ്റ്റോക്കുകൾ റോക്കറ്റ് പോലെ മൂവ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അതിൽ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ ഡബിൾ ഡിജിറ്റ് ഗെയിൻ വരെ റാലി ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു റീസൺ സിമ്പിൾ ആണ്. ഹയർ ഗോൾഡ് പ്രൈസസ് എപ്പോഴും സ്ട്രോങ്ങർ കോലാട്രൽ വാല്യൂ, ഫ്യൂച്ചർ ബിസിനസ് സെന്റിമെന്റ് ഇംപ്രൂവ് ചെയ്യുമെന്നാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം ജ്വല്ലറി സ്റ്റോക്കുകൾ പ്രഷറിലായിരുന്നു. സിപ്ല ക്വാർട്ടർ ഫോർ പ്രോഫിറ്റ് ഏകദേശം 54.6% ഡ്രോപ്പായി 555 കോടി രൂപയായിട്ട് കുറയുകയാണ് ഉണ്ടായത്. സ്റ്റോക്ക് ഒരു വല്ലാത്ത സെല്ലിംഗ് പ്രഷറിലേക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞു. US സെയിൽസിന്റെ ഒരു വീക്ക്നെസ്സും എക്സ്പെക്ടേഷൻസ് മിസ് ചെയ്തതും ഒക്കെ ഒരു കാരണമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ ഗോൾഡ് സ്റ്റോക്കുകൾ കൂടാതെ വോഡാഫോൺ ഐഡിയ ഹെവി ട്രേഡിംഗ് വോളിയം കാരണം സ്റ്റോക്ക് വീണ്ടും ട്രേഡേഴ്സിന്റെ ആ ഒരു റഡാറിൽ എത്തുന്നുണ്ടായിരുന്നു. ബോർഡർ മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടായിരുന്നിട്ടും ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ സ്റ്റോക്ക് ആ ഒരു പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, അദാനി എന്റർടൈൻമെന്റ്, ടാറ്റാ സ്റ്റീൽ. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സ്, M&M ആൻഡ് ഇൻഫോസിസ്. നാളത്തെ മാർക്കറ്റിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ബിഗസ്റ്റ് ടെൻഷൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്: ക്രൂഡ് ഓയിൽ പ്രൈസ് മൂവ്മെന്റ്, അതുപോലെ തന്നെ FIA സെല്ലിംഗ് പ്രഷർ എന്നിവയൊക്കെ. നിഫ്റ്റി 23,400 സോൺ ഹോൾഡ് ചെയ്യുമോ എന്നതാണ് വലിയ ഒരു കൺഫ്യൂഷൻ. അതേസമയം ഗോൾഡ് ഫിനാൻസ് സ്റ്റോക്കുകളിൽ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാൻ ഓവർനൈറ്റ് ഗ്ലോബൽ ക്യൂസ് വളരെ ക്രൂഷ്യൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റ്. ബൈ.